പൊങ്കാല ഇടാൻ അറിയാമോ? എങ്ങനെയാണ് പൊങ്കാല ഇടുന്നത്? ഒരു എന്താ ചട്ടിയില് എന്താ പായസം എന്തോ ആക്കിന് പറഞ്ഞ് ഒരു 7 സ്ത്രീകൾ കുടകിൽ നിന്ന് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് എൻജോയ് ചെയ്യാൻ നാട് കാണാൻ നമ്മളുടെ സാരിയിൽ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ സാരി പ്രൗഡ്, വി ഫീൽ വെരി പ്രൗഡ് ടു വെയർ. സോ നമ്മൾ എല്ലാ ടെമ്പിൾ എവിടെ ഇടീ വേൾഡിൽ എവിടെ ടെമ്പിൾ പോയാലും നമ്മളെ സാരി നമ്മൾ വിടൂല. ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിൽക്കുകയാണ് ഞാൻ. എൻ്റെ കൂടെ ഇപ്പോൾ കുടകിൽ നിന്നുള്ള 7 സുന്ദരിമാരുണ്ട്. കുടകിലെ സ്ത്രീകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് അവർ സൗന്ദര്യത്തിൽ അവരെ വെല്ലാൻ ആരുമില്ലാതാണ്. അതിന് ഒരു ഉദാഹരണമാണ് ഈ സ്ത്രീകൾ. അവരുടെ വേഷവിധാനം തന്നെ വളരെ സ്പെഷ്യലാണ്. നമുക്കറിയാം വേറൊരു രീതിയിലാണ് അവർ സാരി ഉടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ അമ്പലത്തിൽ കണ്ടപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു. അവർ തൊഴുതു വന്നപ്പോൾ ഞാൻ അവരോട് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാൻ കേരളത്തിൽ വരുന്നത്. ഇത് തുളസി കുശാലപ്പ. അപ്പോൾ തുളസിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ആറ്റുകാൽ പൊങ്കാല ആദ്യമായിട്ടാണോ? നമ്മൾ കേരളത്തിൽ അങ്ങനെ ട്രിപ്പ് കയറിയതാ. പക്ഷേ ഇവിടെ വന്ന പിറകെ പറഞ്ഞ് ഇവിടെ ഒരു ഉത്സവം ആയിട്ടുണ്ട്. ആട്ടുകാൽ ഭഗവതി ടെമ്പിളിൽ പൊങ്കല്യാൻ ഒരു ഈവ് നടക്കൂ. അത് ഭയങ്കരമാ വിശേഷപ്പെട്ടതെന്ന് പറഞ്ഞ്. പക്ഷെ നമുക്കറിയില്ല. അത് ഇപ്പം നോക്കണോ, പൊങ്കല്യ വെച്ചിട്ട് നോക്കണം എങ്ങനെയാണ് അറിയില്ല. പൊങ്കാല ഇടാൻ അറിയാമോ? എങ്ങനെയാണ് പൊങ്കാല ഇടുന്നത്? ഒരു എന്താ ചട്ടിയില് എന്താ പായസം എന്തോ ആക്കിന് പറഞ്ഞ്. അപ്പോൾ എവിടെയെങ്കിലും അതിനെക്കുറിച്ചൊരു റെഫറൻസ് നടത്തിയോ? നമുക്ക് അത്ര അറിയില്ല ആക്ച്വലി. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ? ടാക്സിന്റെ ആളോ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ അറേഞ്ച് ആക്കിയിട്ടുണ്ട് അവിടെ അവർ. എങ്ങനെ കേരള എങ്ങനെ ഫീൽ ചെയ്യുന്നു? കേരള ഭയങ്കര ചൂടുണ്ട് ഇപ്പൊ. പക്ഷെ നോക്കാൻ വളരെ പ്ലേസ് ഉണ്ട്. അത് ഇഷ്ടമായി. നമ്മൾ ലാസ്റ്റ് ഇയർ വന്നിട്ടുണ്ടായി ആലപ്പി. ഈ ഇയർ ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രം ടെമ്പിൾ പത്മനാഭ ടെമ്പിൾ പോയി. ഇപ്പോൾ ഈ ടെമ്പിൾ വന്ന് പിന്നെ ഇപ്പോൾ വർക്കല ബീച്ച് പോവും, ജട്ടായി എർത്ത് സെൻറ്റർ പോവും, കന്യാകുമാരി പോവും. പിന്നെ നമ്മൾ റിട്ടേൺ പോവും. വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ കയറിയത് നമ്മൾ കണ്ണൂരിൽ നിന്ന്. വളരെ മസ്തായിട്ടുണ്ടായി. നല്ല എക്സ്പീരിയൻസ്. പിന്നെ രണ്ടാമത് വേറൊന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഒരു ദൈവവിശ്വാസം, അവിടുത്തെ ആ ഒരു വിശ്വാസം, ഇവിടുത്തെ അമ്പലങ്ങൾ, അതിനെക്കുറിച്ച് ഒന്ന് കമ്പയർ ചെയ്യാമോ? നമ്മൾ കൊടകിലെ അമ്പല കുറേ കേരളക്ക് സംബന്ധപ്പെട്ടിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മളുടെ അവിടെ കാവേരമ്മ ഇഗുത്തപ്പ നമ്മളുടെ മെയിൻ ഗോഡ്. അത് വൈത്തൂർക്ക് നമ്മളുടെ കൊടകിൽ നിന്ന് കുറേ ആൾക്കാർ പോവും. എല്ലാ കൊടവ ഫാമിലീസ് വൈത്തൂർക്ക് പോവും ഇവിടെ നമ്മളെ കേരളത്തിൽ. ഈ ലാസ്റ്റ് ഇയർ ഈ ഇയർ നമ്മൾ പോയിട്ടുണ്ടായി. കേരളക്കും കൊടകുക്കും കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. നിങ്ങളെല്ലാവരും വർക്കിംഗ് വിമൻ ആണോ? വർക്കിംഗ്. ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നിട്ട് നോക്കിയിട്ട്, ടെമ്പിളെല്ലാം നോക്കിയിട്ട് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്ന കാര്യം എന്താ അറിയോ? ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാത്രമുള്ളൊരു ഇടമാണ്. സ്ത്രീ ശാക്തീകരണത്തിന്, എംപവർമെന്റിന്റെ വലിയൊരു സംഭവമാണ്. അവിടെ ഒരു 7 സ്ത്രീകൾ കുടകിൽ നിന്ന് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് എൻജോയ് ചെയ്യാൻ നാട് കാണാൻ നമ്മളുടെ സാരിയിൽ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ സാരി പ്രൗഡ്, വി ഫീൽ വെരി പ്രൗഡ് ടു വെയർ. സോ നമ്മൾ എല്ലാ ടെമ്പിൾ എവിടെ ഇടീ വേൾഡിൽ എവിടെ ടെമ്പിൾ പോയാലും നമ്മളെ സാരി നമ്മൾ വിടൂല. ഈ ഡ്രസ്സിന്റെ കൂട്ടിക്ക് നമ്മൾ വസ്ത്രം കെട്ടു. ഇപ്പൊ അവിടെ പത്മനാഭ ടെമ്പിള് ആക്കിയിട്ടില്ല. നമ്മൾ മെയിൻ വസ്ത്ര സാരി അലവ് ആക്കിയിട്ടില്ല. സോ നമ്മൾ കഴിച്ചിട്ട് വന്നത് ഇപ്പം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ അവർ എൻജോയ് ചെയ്യാൻ നാട് കാണാൻ ഇറങ്ങിയവരാണ്. പക്ഷെ അവിടെ അവരൊരു അമ്പലത്തെക്കുറിച്ച് അറിയുന്നു, ഒരു പൊങ്കാല എന്നൊരു വിശേഷപ്പെട്ട ഒരു ചടങ്ങിനെ കുറിച്ച് അറിയുന്നു. എന്നാൽ അവിടേക്ക് പോയി കളയാമെന്ന് പറയുന്നു. നമ്മൾ ഇവിടെ കേരള നോക്കിയിട്ട് എൻജോയ് ആക്കിയാൽ വന്നെങ്കിലും നമ്മളെ ട്രഡീഷന്, നമ്മളെ കസ്റ്റം നമ്മൾ മറക്കില്ല. അത് മെയിനാണ്. അതിനായിട്ടാണ് നമ്മൾ ഈ സാരി ഇട്ടത്. അത് ഇമ്പോർട്ടൻറ്റ്. തുളസി തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു അധികം നേരം എടുക്കരുതെന്ന്. പക്ഷേ തുളസി തന്നെയാണ് ഒരുപാടായി സംസാരിക്കുന്നത്. എന്തായാലും നമ്മുടെ സ്ത്രീകൾ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ എവിടെ പോയാലും നമ്മളായിരിക്കുക എന്നുള്ള മെസ്സേജാണ് അവർ തരുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഇത്രയും പേര്, നല്ല ഭംഗിയുണ്ട്, നിങ്ങൾ കളർഫുൾ
പീസ്ഫുൾ ആയിട്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ആ ഒരു ട്രിപ്പ് നന്നായിരിക്കട്ടെ.